ഹലോ, അപ്പോൾ നമുക്ക് അടിപൊളി സദ്യയിലെ സാമ്പാർ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് മത്തങ്ങയും പരിപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ നന്നായി വേവിക്കാൻ വെക്കുന്നുണ്ട്. അതൊരു വിസിലായതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പച്ചക്കറികളിലൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കായപ്പൊടിയും ചേർത്ത് ഇത്തിരി കൂടിയും വെള്ളവും ചേർത്തിട്ട് ഇതിലേക്ക് പൊടികൾ എടുത്ത് വയ്ക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന് സാമ്പാർ പൊടിയും എന്നിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേനും നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പരിപ്പ് നന്നായി വെന്തുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികളൊക്കെ ഒരു ചട്ടിയിലിട്ടിട്ട് നല്ല പച്ചമണം മാറുന്ന വരെ ചൂടാക്കി എടുക്കുക. ഈ പൊടിയിലേക്ക് നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിച്ച് നന്നായി മിക്സാക്കി കുറുക്ക് രൂപത്തിലാക്കിയതിന് ശേഷം ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ച പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി എടുക്കാം. വേറെ ഒരു ചട്ടി എടുത്ത് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിൽ തക്കാളിയും ചെറുള്ളിയും കൂടെ നമ്മൾ വാട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം അതേ ചട്ടി എടുത്ത് നമ്മൾ ഓയിൽ ഒഴിച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി പൊട്ടിച്ച് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സാമ്പാർ നന്നായി മിക്സാക്കി നല്ല കുറുക്കു രൂപത്തിലുള്ള സദ്യയിൽ കിട്ടുന്ന അടിപൊളി സാമ്പാർ റെഡി. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണേ.